ഹായ് ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ 51/2026 ഒരു മലയാളം ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പിരിച്ചെഴുതൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഉന്നിദ്രം. ഓപ്ഷൻസ് വായിക്കാം. ഉൻ അധികം നിദ്രം, ഉൺ അധികം നിദ്രം, ഉദ് അധികം നിദ്രം, ഉദ് അധികം നിദ്രം. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഉന്നിദ്രം. സി ആണ് ഉത്തരം വരുന്നത്. ഉദ് അധികം നിദ്രം. അപ്പോൾ ഉന്നിദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉറക്കമില്ലാത്തത് എന്നാണ് ഉന്നിദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി നമ്മുടെ ഉത്തരമായ ഉദ് അധികം നിദ്രത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് നോക്കാം. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അനുനാസിക സന്ധിയാണ്. അനുനാസിക സന്ധി പ്രകാരമാണ് നമ്മൾ ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിൽ ആ ചെയ്തിരിക്കുന്ന അസി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് അനലൈസ് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണ്? ത് എന്ന അക്ഷരം എന്തായി മാറി നീ ആയി മാറുന്നു. ത് എന്ന അക്ഷരം അവിടെ ഇതിലെ ത്, ആ സി ഓപ്ഷനിലെ ത് എന്ന എന്താണ് ആ അക്ഷരം മാറി ന്യൂ ആയി മാറുന്നു. ഏത് ക്വസ്റ്റ്യനിലെ ന്യൂ ആയി മാറുന്നു. അത് എന്ത് ചെയ്യുന്നു? അത് അടുത്ത നീയോട് ചേർന്ന് എന്താണ് ഇന്നിയായി മാറുന്നു. അപ്പം നീ ഇന്നിയായി മാറുന്നു. ആ ന്യൂ എന്തായി മാറുന്നു? നീയോട് ചേർന്ന് ഇന്നിയായി മാറുന്നു. അങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണ്, ആൻസറിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചെത്താൻ പറ്റണം. അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദ് അധികം നിദ്രം ചേർത്ത് വയ്ക്കുമ്പോൾ ഉന്നിദ്രം ആയി മാറും. ഓക്കെ, എന്തിൻ്റെ ബേസാണ്? അനുനാസിക സന്ധി പ്രകാരം എന്താണ് ന് ആയി മാറും ആദ്യം. അനുനാസിക സന്ധി പ്രകാരം ഈ ത് എന്തായി മാറുന്നു? ന് ആയി മാറുന്നു. അത് പിന്നീട് അടുത്ത നീയോട് ചേർന്ന് ഇന്നിയായി മാറുന്നു. അങ്ങനെ ഉന്നിദ്രമായി മാറുന്നു. ലാസ്റ്റ് ആൻസർ കിട്ടണം. ഇതിൽ ആദ്യത്തെ എയും ബിയും ഓപ്ഷൻ എന്ന് പറയുന്നത് അത് തെറ്റായ ഓപ്ഷൻസാണ്. നമ്മളെ ആ നിദ്രവും ഉൺ പ്ലസ് നിദ്രവും ഒന്നും മീനിങ് ഫുൾ അല്ലാത്ത തേങ്ങയൊക്കെയാണ്. പിന്നെ ഡൗട്ട് വരുന്നത് ആ ഡി ഓപ്ഷൻ മാത്രമാണ്, ഉദ് അധികം നിദ്രം. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഉദ് അധികം നിദ്രം ചേരുമ്പോഴാണ് ഉദ് നിദ്രം എന്ന് വരുന്നത്. ഒരു ഭാഗ്യമാവട്ടെ നിങ്ങളങ്ങ് കൂടുതൽ ഗ്രാമാറ്റിക്കലായിട്ട് ഇറങ്ങിച്ചെന്ന് പ്രാന്താവാതെ അനുനാസിക സന്ധി പ്രകാരമുള്ള ഈ ഒരു ഗ്രാമാറ്റിക്കൽ സാധനം മനസ്സിലാക്കി അങ്ങ് കാച്ചിയാൽ മതി. കേട്ടും